ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആദ്യത്തെ പാഠമായ ഒരു അവധിക്കാലത്ത് എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം മക്കളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ശരി, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മഞ്ചാടിക്കരയിൽ ഉത്സവമാണ്. പട്ടണത്തിൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുന്ന നന്ദനയും അഭിനന്ദും നാട്ടിലെത്തി. അമ്മമ്മയോട് യാത്രാവിശേഷങ്ങൾ പറഞ്ഞു. ഉണ്ണി അവരെയും കൂട്ടി പുറത്തേക്കിറങ്ങി. നമ്മൾ നമ്മുടെ മലയാളം പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അഭിനന്ദിൻ്റെയും നന്ദനയുടെയും കാര്യങ്ങൾ. അവർ നഗരത്തിൽ ജീവിക്കുന്നവരായിരുന്നു. അവർ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളെ പറ്റിയും അതുപോലെ തന്നെ അവിടെ അവർ കളിച്ച കളികളെ പറ്റിയും കുളം വൃത്തിയാക്കിയതിനെ പറ്റിയും എല്ലാം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ബാക്കി തന്നെയാണ് ഇവിടെയും. അവർക്ക് എന്താ പണിയൊന്ന് നോക്കിക്കേ. അവരവിടെ നെല്ലിക്ക എന്തോ പെറുക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം. തൊടിയിലെ കാഴ്ചകൾ. അഭിനന്ദും നന്ദനയും ഉണ്ണിയും നെല്ലിക്ക പെറുക്കിയെടുത്തു. എണ്ണി നോക്കാം. ഉണ്ണി പറയുന്നത് നോക്കൂ, 10ൻ്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമാകും. നന്ദന പറയുന്നതോ, എനിക്ക് കിട്ടിയത് എത്രയെന്ന് പറയാമോ? മറ്റേയാൾ പറയുന്നത് നോക്കൂ, എനിക്ക് 23 എണ്ണം കിട്ടി. നെല്ലിക്ക കൂട്ടങ്ങളാക്കി വെച്ചത് നോക്കൂ, എണ്ണം എഴുതൂ. ഉണ്ണിക്കും അഭിനന്ദിനും നന്ദനയ്ക്കും കിട്ടിയ നെല്ലിക്കകൾ അവർ 10ൻ്റെ കൂട്ടങ്ങളാക്കി വച്ചിട്ടുണ്ട് അല്ലേ? ഇനി അത് എത്ര എണ്ണം വീതമാണെന്ന് നമുക്ക് എണ്ണി നോക്കാം. ആദ്യം ഉണ്ണിക്ക് കിട്ടിയത് നോക്കാം. ഉണ്ണിക്ക് കിട്ടിയത് 2 പാത്രത്തിലാണ് വച്ചിട്ടുള്ളത്. ആദ്യത്തെ പാത്രത്തിൽ എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണമുണ്ട്. രണ്ടാമത്തെ പാത്രത്തിലോ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് ഉള്ളത്. അതായത് ആദ്യത്തെ പാത്രത്തിൽ 10ഉം രണ്ടാമത്തെ പാത്രത്തിലും 8ഉം. അപ്പോൾ 10ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്രയായി? 10ലേക്ക് 8 കൂട്ടി നോക്കുക. 11, 12, 13, 14, 15, 16, 17, 18. ആകെ 18 നെല്ലിക്കകളാണ് ഉണ്ണിക്ക് കിട്ടിയത്. ഇനി അഭിനന്ദിനുള്ളത് നോക്കൂ. ആദ്യത്തെ പാത്രത്തിൽ എത്ര എണ്ണമുണ്ട് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടാമത്തെ പാത്രത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടാമത്തെ പാത്രത്തിലും 10, മൂന്നാമത്തെ പാത്രത്തിൽ 3. അതായത് ആദ്യത്തെ പാത്രത്തിൽ 10, അതിലേക്ക് രണ്ടാമത്തെ പാത്രത്തിലെ 10 കൂടെ കൂട്ടുക, അതിലേക്ക് മൂന്നാമത്തെ പാത്രത്തിലെ 3 കൂട്ടുക. 10ഉം 10ഉം നമുക്ക് കൂട്ടി കഴിയുമ്പോൾ 20 എന്ന് കിട്ടും. 20ലേക്ക് ബാക്കിയുള്ള 3 കൂടെ കൂട്ടുക, അപ്പോൾ 23 എന്ന് കിട്ടുന്നു. ഇനി നന്ദനയ്ക്ക് കിട്ടിയത് നോക്കൂ. ആദ്യത്തെ പാത്രത്തിൽ എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടാമത്തെ പാത്രത്തിലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മൂന്നാമത്തെ പാത്രത്തിലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നാലാമത്തെ പാത്രത്തിലോ 1, 2, 3, 4, 5. 3 പാത്രങ്ങളിൽ 10 എണ്ണം വീതവും നാലാമത്തെ പാത്രത്തിൽ 5ഉമാണ് നന്ദനയ്ക്ക് കിട്ടിയത്. അപ്പോൾ ആകെ എത്രയായി? 10ലേക്ക് 10 കൂട്ടി കഴിഞ്ഞാൽ 20, 20ലേക്ക് 10 കൂട്ടി കഴിഞ്ഞാൽ 30, 30ലേക്ക് 5 കൂട്ടി കഴിഞ്ഞാലോ 31, 32, 33, 34, 35. അപ്പം നന്ദനയ്ക്ക് ആകെ കിട്ടിയത് 35 എണ്ണം. ഉണ്ണിക്ക് 18, അഭിനന്ദിന് 23, നന്ദനയ്ക്ക് 35. താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കിക്കേ. ഇതിൽ ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ആർക്കാണ്? 18 ആണോ 20 ആണോ 35 ആണോ വലുത്? അതെ, 35 ആണല്ലേ വലുത്. അപ്പോൾ നന്ദനയ്ക്കാണ് കൂടുതൽ കിട്ടിയത്. എത്ര എണ്ണം കിട്ടി? 35 എണ്ണം. ഏറ്റവും കുറവ് കിട്ടിയത് ആർക്ക്? 18 ആണോ 23 ആണോ 35 ആണോ ചെറിയ സംഖ്യ? അതെ, 18 ആണ് അല്ലേ? അപ്പോൾ കുറവ് കിട്ടിയത് ഉണ്ണിക്കാണ്. 18 എണ്ണമാണ് കിട്ടിയത്. നെല്ലിക്ക പെറുക്കാൻ മറ്റു കൂട്ടുകാരും വന്നു. അതിലൊരു കൂട്ടുകാരി അവരോട് ചോദിക്കുന്നു, ഞങ്ങൾക്കും നെല്ലിക്ക തരുമോ? അപ്പോൾ ഉണ്ണി എന്തു പറയുന്നു? നമിതേ, ഞാൻ 4 നെല്ലിക്ക തരാം. നന്ദന പറഞ്ഞു, എൻ്റെ വക 6. അഭിനന്ദ് പറഞ്ഞു, ഞാൻ 5 എണ്ണവും തരാം. ഉണ്ണി 4 എണ്ണവും നന്ദന 6 എണ്ണവും അഭിനന്ദ് 5 എണ്ണവും കൊടുക്കാൻ തയ്യാറായി. എങ്കിൽ നമിതയ്ക്ക് കിട്ടിയ ആകെ നെല്ലിക്ക എത്രയാണ്? നോക്കിക്കേ. ഉണ്ണി കൊടുത്ത 4 നെല്ലിക്ക, നന്ദന കൊടുത്ത 6 നെല്ലിക്ക, അഭിനന്ദ് കൊടുത്ത 5 നെല്ലിക്ക. ആദ്യം നമ്മൾ ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക. അതായത് ഉണ്ണി കൊടുത്ത 4ഉം നന്ദന കൊടുത്ത 6ഉം കൂട്ടി നോക്കുക. 4ലേക്ക് 6 കൂട്ടിയാൽ എത്രയാണ്? 5, 6, 7, 8, 9, 10 ആണ്.
അല്ലേ? ആ 10 നമ്മൾ താഴെ എഴുതി കൊടുത്തു. ഇനി ആ 10ലേക്ക് അഭിനന്ദ് കൊടുത്ത 5 കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ്? 11, 12, 13, 14, 15. അപ്പോൾ നമിതയ്ക്ക് ആകെ എത്ര നെല്ലിക്ക കിട്ടി? 15 നെല്ലിക്കകളാണ് കിട്ടിയത്. ഇനി നുസ്രത്തിന് ഓരോരുത്തരും കൊടുത്ത നെല്ലിക്കയുടെ എണ്ണം നോക്കൂ. അഭിനന്ദ് 3 എണ്ണം കൊടുത്തു, ഉണ്ണി 5 എണ്ണം കൊടുത്തു, നന്ദന 6 എണ്ണം കൊടുത്തു. എങ്കിൽ നുസ്രത്തിന് ആകെ എത്ര നെല്ലിക്ക കിട്ടി? ആദ്യം നമുക്ക് ഈ പച്ചക്കോളത്തിൽ ഓരോരുത്തരും കൊടുത്തത് എഴുതി നോക്കാം. അഭിനന്ദ് 3, ഉണ്ണി 5, നന്ദന 6. എങ്ങനെയാണ് കൂട്ടേണ്ടത്? ആദ്യം ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് അഭിനന്ദിൻ്റെ 3ഉം ഉണ്ണിയുടെ 5ഉം കൂട്ടുക. 3ലേക്ക് 5 കൂട്ടിയാൽ എത്രയാണ്? 4, 5, 6, 7, 8. 8ആണ്. ആ 8 നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. ഇനി ആ 8ലേക്ക് നന്ദന കൊടുത്ത 6 കൂട്ടി നോക്കുക. 8ലേക്ക് 6 കൂട്ടിയാൽ എത്രയാണ്? 9, 10, 11, 12, 13, 14. അപ്പോൾ നുസ്രത്തിനാകെ എത്ര കിട്ടി? 14 നെല്ലിക്കയാണ് കിട്ടിയത്. നമിതയ്ക്ക് 15ഉം നുസ്രത്തിന് 14 നെല്ലിക്കകൾ വീതം കിട്ടി. എങ്കിൽ നമിതയ്ക്ക് കിട്ടിയ എണ്ണമാകാൻ നുസ്രത്തിന് ഇനി എത്ര നെല്ലിക്ക കൂടി വേണം? നുസ്രത്തിന് 14ആണ്, നമിതയ്ക്ക് 15ആണ്. അപ്പോൾ 14, 15 ആവാൻ എത്ര സംഖ്യ കൂടെ വേണം? ഇനി 1 നെല്ലിക്ക കൂടെ കിട്ടിയാൽ നുസ്രത്തിനും 15 ആവാം, അല്ലേ? അപ്പോൾ 1 നെല്ലിക്ക കൂടെ കിട്ടിയാലാണ് നുസ്രത്തിന് നമിതയുടെ കൂടെ എത്താൻ പറ്റുക. കണ്ടെത്താം. ഇവിടെ നമുക്ക് 6 കള്ളികൾ വീതമുള്ള ഒരു ചതുരം തന്നിട്ടുണ്ട്. വലിയ ചതുരം തന്നിട്ടുണ്ട്, ഇല്ലേ? ആദ്യത്തെ സംഖ്യ 8, 1, 6, 3, 5, 7, 4, 9, 2 എന്നിങ്ങനെയാണ് ഓരോ കളങ്ങളിലെയും സംഖ്യകൾ. ചോദ്യം നോക്കൂ. കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന 3 സംഖ്യകൾ കൂട്ടി നോക്കാം. അതായത് നേരെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് 8 കൂട്ടണം 1 കൂട്ടണം 6ആണ്. 8ലേക്ക് 1 കൂട്ടിയാൽ എത്രയാണ്? 9. 9ലേക്ക് 6 കൂട്ടിയാലോ? 10, 11, 12, 13, 14, 15. അപ്പോൾ ഉത്തരം 15ആണ്. ഇനി രണ്ടാമതായി നേരെ വരുന്ന കളങ്ങൾ ഏതൊക്കെയാണ്? 3, 5, 7 ഇത് വരുന്നുണ്ട്, അല്ലേ? 3, 5, 7 തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3ലേക്ക് ആദ്യം 5 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 4, 5, 6, 7, 8 കിട്ടി. ഇനി ആ 8ലേക്ക് 7 കൂട്ടുക. 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 15 എന്ന് തന്നെ കിട്ടുന്നു. അടുത്തതായി നേരെ വരുന്ന കളങ്ങൾ ഏതൊക്കെയാണ്? 4, 9, 2 ആണ്. ഇത് 3ഉം തമ്മിൽ കൂട്ടി നോക്കിയാലോ? 4 കൂട്ടണം 9 കൂട്ടണം 2. ആദ്യം 4 കൂട്ടണം 9 ചെയ്യുക. അപ്പോൾ 13 എന്ന് വരുന്നു. 13 കൂട്ടണം 2 ചെയ്യുക. അപ്പോൾ 15 എന്ന് വരുന്നു. അതിൻ്റെ ഉത്തരവും 15 എന്ന് തന്നെയാണ്. ഇനി നമുക്ക് കുത്തനെ വരുന്ന സംഖ്യകൾ കൂട്ടി നോക്കാം. ഒരെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. 6 കൂട്ടണം 7 കൂട്ടണം 2. ആദ്യം 6ലേക്ക് 7 കൂട്ടി നോക്കുക. അപ്പോൾ 13 എന്ന് വരുന്നു. ഇനി 13ലേക്ക് 2 കൂട്ടി നോക്കുക. അപ്പോൾ 15 എന്ന് തന്നെയാണ് ഉത്തരം വരുന്നത്. അടുത്തതായി കുത്തനെ വരുന്ന കളങ്ങൾ ഏതൊക്കെയാണ്? 1, 5, 9 ആണ്. 1 കൂട്ടണം 5 കൂട്ടണം 9. 1ലേക്ക് ആദ്യം 5 കൂട്ടി നോക്കുക. അപ്പോൾ 6 എന്ന് വരുന്നു. 6ലേക്ക് 9 കൂട്ടുമ്പോൾ 15 എന്ന് തന്നെ വരുന്നു. മൂന്നാമതായി കുത്തനെ വരുന്ന കളങ്ങൾ 8, 3, 4 ആണ്. 8 കൂട്ടണം 3 കൂട്ടണം 4. 8ലേക്ക് ആദ്യം 3 കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം 11 ആണ്. 11ലേക്ക് 4 കൂട്ടുന്നു. അപ്പോൾ 15 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ കളങ്ങളുടെ പ്രത്യേകത എന്താണ്? കുത്തനെയും നേരെയും കൂട്ടുന്ന സമയത്ത് ഉത്തരം ഒരേ സംഖ്യ തന്നെയാണ് വരുന്നത്. നാടകശാല. പുഞ്ചിരി ക്ലബിൻ്റെ 25ാം വാർഷികമാണ്. കൂട്ടുകാർ നാടകം കാണാൻ ഹാളിലെത്തി. ഉണ്ണിയുടെ സീറ്റ് നമ്പർ 36 ആണ്. ഇടത് അഭിനന്ദും വലത്ത് നന്ദനയും. അവരുടെ സീറ്റ് കണ്ടെത്തി നമ്പർ എഴുതൂ. ഉണ്ണിയുടേത് 36 ആണ്. അഭിനന്ദ് വരുന്നത് അതിൻ്റെ ഇടത് ഭാഗത്താണ്. അതായത് ഉണ്ണിയുടേത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 36 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 37 ആണ്. അപ്പോൾ അഭിനന്ദിൻ്റെ സീറ്റ് നമ്പർ 37 ആണ്. നന്ദനയുടേത് വരുന്നത് ഉണ്ണിയുടെ വലതു ഭാഗത്താണ്. അതായത് ഉണ്ണിയുടെ നമ്പർ വരുന്നതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ ഉണ്ണിയുടേത് 36 ആണെങ്കിൽ 36ന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 35 ആണ്. അപ്പോൾ നന്ദന 35, ഉണ്ണി 36, അഭിനന്ദ് 37 എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി ഉണ്ണിയുടെ കൂട്ടുകാരും നാടകം കാണാനെത്തിയിട്ടുണ്ട്. അവരുടെയും സീറ്റ് കണ്ടെത്തി അതിൽ നമ്പർ എഴുതി ചേർക്കണം. ഉണ്ണിയുടെ ഏതൊക്കെ കൂട്ടുകാരാണ് വന്നിട്ടുള്ളത്? നുസ്രത്തുണ്ട്, ഡേവിഡുണ്ട്, സഞ്ജു ഉണ്ട്, ദേവികയുണ്ട്, ബബിതയുണ്ട്.
അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള സീറ്റ് നമ്പറും അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. നുസ്രത്തിന് 45, ഡേവിഡിന് 23, സഞ്ജുവിന് 5, ദേവികയ്ക്ക് 28, ബബിതയ്ക്ക് 49. അപ്പോൾ ആ സീറ്റുകൾ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന കളങ്ങളിലെ ഏതൊക്കെ സീറ്റുകളായിട്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ സീറ്റുകളുടെ നമ്പറുകളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ പൂരിപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ സീറ്റ് അവിടെ പൂരിപ്പിച്ച് തന്നിട്ടുണ്ട്, 1 ശേഷം ഏത് വരും? 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ വരി കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് 11 നിന്നാണ് തുടങ്ങുന്നത്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. രണ്ടാമത്തെ വരി കഴിഞ്ഞു. മൂന്നാമത്തെ വരിയോ 21 നിന്ന് തുടങ്ങുന്നു. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. മൂന്നാമത്തെ വരി കഴിഞ്ഞു. ഇനി നാലാമത്തെ വരി 31 നിന്നാണ് തുടങ്ങുന്നത്. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. നാലാമത്തെ വരിയും കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ വരിയോ 41 നിന്നാണ് തുടങ്ങുന്നത്. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇങ്ങനെയാണ് ഈ 5 വരികളും പൂർത്തിയാക്കേണ്ടത്. ആദ്യം നുസ്രത്ത് നോക്കാം. നുസ്രത്തിൻ്റേത് 45 സീറ്റ് നമ്പർ. 45 എവിടെയാണ് വരുന്നത്? 41 മുതൽ 50 വരെയുള്ളത് 5ാമത്തെ വരിയിലാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണല്ലേ? അതാ നോക്കിക്കേ, നുസ്രത്തിൻ്റേത് ഇവിടെയാണ് വരുന്നത്. 45 ഇവിടെയാണ്. അടുത്തത് ഡേവിഡ് 23. 23 എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 21ൻ്റെയും 30ൻ്റെയും ഇടയ്ക്കുള്ള ഈ 3ാമത്തെ വരിയിലായിരിക്കും. കണ്ടോ, ഇവിടെയാണ് ഡേവിഡിൻ്റേത് വരുന്നത്, 23. അടുത്തത് സഞ്ജുവിൻ്റേത് സീറ്റ് നമ്പർ 5. ആദ്യത്തെ വരിയിലായിരിക്കും വരുന്നത്. ആദ്യത്തെ വരി 1 മുതൽ 10 വരെയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് 5. കണ്ടോ, സഞ്ജുവിൻ്റെ സീറ്റ് നമ്പർ ഇവിടെയാണ് വരുന്നത്. അടുത്തത് ദേവികയുടേത് 28. അപ്പോൾ 21നും 30നും ഇടയ്ക്കായിരിക്കും വരുന്നത്. കണ്ടോ, 3ാമത്തെ വരിയിൽ ഇവിടെയായിട്ടാണ് ദേവിക വരുന്നത്. അവസാനമായി ബബിതയാണ്. ബബിതയുടേത് 49. ഏറ്റവും അവസാനത്തെ വരിയിൽ 50ന് തൊട്ട് പിന്നിലായിട്ടാണ് ബബിത ഇരിക്കുന്നത്. ഇനി ഈ 36ാമത്തെ സീറ്റിൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഉണ്ണിയുടെ സീറ്റാണല്ലേ അത്. 36 ഉണ്ണിയും 37 അഭിനന്ദും 35 നന്ദനയുമാണ് ഇരിക്കുന്നത്. ഇനി ഇതിന് താഴെയായിട്ടൊരു കുട്ടി പ്രവർത്തനം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടെത്തി എഴുതൂ. 18നും 20നും ഇടയ്ക്കുള്ള സംഖ്യ ഏത്? 18 കഴിഞ്ഞാൽ ഏതാണ്? അതുപോലെ 20ൻ്റെ മുന്നേ ആയിട്ട് ഏതാ സംഖ്യ വരുന്നത്? 19 ആണല്ലേ. 19. 10 വീതം കൂട്ടി സംഖ്യകൾ എഴുതൂ. ആദ്യത്തെ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 19 എന്നാണ്. ഇനി ചെയ്യാനുള്ളത് ഈ 19ലേക്ക് 10 കൂട്ടി നോക്കുക. എത്ര വരും? 20, 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പോൾ രണ്ടാമതായി വരുന്നത് 29 ഇനി 29ലേക്ക് 10 കൂട്ടുക. അപ്പോൾ എന്ത് വരുന്നു? 39 വരുന്നു. 39ലേക്ക് 10 കൂട്ടുക, 49 എന്ന് വരുന്നു. 49ലേക്ക് 10 കൂട്ടുക, 59 എന്ന് വരുന്നു. 59ലേക്ക് 10 കൂട്ടുക, 69 എന്ന് വരുന്നു. 69ലേക്ക് 10 കൂട്ടുമ്പോൾ 79 എന്ന് വരുന്നു. 79ലേക്ക് 10 കൂട്ടുമ്പോൾ 89 എന്ന് വരുന്നു. 89ലേക്ക് 10 കൂട്ടുമ്പോഴോ 99 എന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ 2ാം ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്